ങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു പഠന വിധേയമാക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകളിലും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്സ്റ്റുകൾ, വിശദീകരണങ്ങൾ പലതും വന്നിട്ടുള്ളത് നമുക്കറിയാം. ആഗോളതലത്തിലുള്ള പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പണ്ഡിതന്മാരൊക്കെ ഖുർആനിനെയും ഹദീസിനെയും ഒക്കെ വിശദീകരിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ഫത്വകൾ, മതവിധികൾ പറയുമ്പോഴുമൊക്കെ അവർ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും ആ കാര്യങ്ങൾ സംസാരിക്കുക. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും മറ്റു ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിലും അവിടെയുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചത് അവിടെയാണ്, വളർന്നത് അവിടെയാണ്, അവരവിടെ ഒരു ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടായിരിക്കും അവർ വിലയിരുത്തുക. അതിപ്പോൾ ജനാധിപത്യത്തെ സംബന്ധിച്ചാണെങ്കിലും ബഹുസ്വരതയെക്കുറിച്ചാണെങ്കിലും ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് മുസ്ലിമീങ്ങൾ എങ്ങനെയായിരിക്കണം, മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതം എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമ്മുടെ പശ്ചാത്തലത്തിലുള്ള പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുകയും പഠിക്കുകയും അങ്ങനെ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. അത് ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരുടെ മുമ്പിൽ നമ്മൾ വെച്ചു കൊടുത്താൽ അവരും ഈ രാജ്യത്തിന് അനുകൂലമായ രീതിയിലെ കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. പക്ഷെ അതിന് പകരം അവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അത് തെറ്റായ രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളെങ്കിലും ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രത പാലിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. അതിനോടനുബന്ധമായി തന്നെ സൂചിപ്പിക്കാനുള്ളത് വെച്ചാൽ ഒരു ഇൻറ്റേർണൽ അവയർനെസ്, അതും കൂടി ഒരു പ്രധാനമാണ്. അതായത് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ളൊരു വിവേകം എന്ത് ചെയ്യണം, ഇസ്ലാമിക പ്രബോധകർക്ക്, ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിൽ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, ആ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അതേപോലെ തന്നെ ഒരു മീഡിയ ഇൻ്റലക്ച്വൽ മാനേജ്മെൻറ്റ്, ഇതും അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതിപ്പോൾ ഇസ്ലാമോഫോബിയയുടെ ഒരു പശ്ചാത്തലമാണ് ഇതിനൊക്കെ ഇവരെന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ SOPകളൊക്കെ വളരെ നിർദോഷകരമായി വരികയും ആളുകൾ അതൊരു പ്രശ്നവൽക്കരിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അതിനിപ്പോൾ രണ്ട് പ്രശ്നമുണ്ട് അവിടെ. ഒന്ന്, ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തെ മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ അഡ്രസ്സ് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ എന്താണോ വിമർശനമുള്ളത് ആ വിമർശനത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ താടിയെ പറ്റി വിമർശിക്കുകയാണെങ്കിൽ താടി ചെറുതാക്കാം, ചെറുതാക്കിയാലും പോരാന്നാണ്, എന്നാൽ പഠിച്ചു കളയാം. അങ്ങനെ മാറിക്കൊടുത്തുകൊണ്ട് ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തെ ഇല്ലാതെയാക്കാമെന്ന് ഒരാളും വിചാരിക്കണ്ട. അത് അവസാനം ഇസ്ലാമിനെ മൊത്തം ഒഴിവാക്കി കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ വണ്ടി നിൽക്കുകയുള്ളൂ. അതുവരെ അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്താണ് തെറ്റുദ്ധാരണം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇസ്ലാമിക പ്രബോധനം, അതിൻ്റെ ചർച്ചകൾ, അത് ആരോഗ്യകരമായി മറ്റു സമുദായങ്ങൾക്കിടയിലും ആളുകൾക്കിടയിലൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ ആ കാര്യം നിർവഹിക്കുന്നതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ബദൽ നരേറ്റീവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. അല്ലാതെ ഈ വിഷയത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അതായത് ഇസ്ലാമോഫോബിക്കിൻ്റെ നരേറ്റീവിൽ നിന്നുകൊണ്ട് ഈ കാര്യത്തെ കാണുമ്പോൾ ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറി എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിങ്ങൾ, ഈ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ളൊരു നരേറ്റീവിലേക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ത് ചെയ്യേണ്ടതുണ്ട്, കടന്നു വരണം. അത് മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അപകർഷതാബോധം ഒട്ടുമേ ഈ വിഷയത്തിൽ പാടില്ല. അതായത് കുറേ ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ അജണ്ട വെച്ചുകൊണ്ട് കുറേ നരേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മോശം തന്നെയാണ്, ശരിയാണ്, അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് മാറി മാറി കൊടുക്കുന്നതിന് പകരം ഇത് വളരെ ധൈര്യസമേതം യാതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ലാതെ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായി ചെയ്യേണ്ട ഉത്തരവാദിത്വം. നമ്മൾ SOPയിലേക്ക് തിരിച്ചു വന്നാൽ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കതൊരു 5 ഘട്ടങ്ങളിലായിട്ടാണല്ലോ ഉള്ളത്. ഒന്ന്, ഇത് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക, ഇതിൽ ഡിറ്റൻഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് കണ്ടെത്തുക, അതുപോലെ അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ്, നിരീക്ഷണം എന്തൊക്കെയാണ്, അങ്ങനെ 5 ഘട്ടങ്ങൾ. ഈ 5 ഘട്ടങ്ങളിലേക്ക് നമ്മൾ ഇതിൻ്റെ SOPയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ ഈ ഒരു SOP നമ്മൾ എൻ്റെ പ്രിൻ്റ് കൃത്യമായിട്ട് നമ്മൾ വായിച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഹൂ ഈസ് ദ റാഡിക്കൽ പേഴ്സൺ,
ആരാണ് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന് പറയുന്നിടത്ത് നമുക്ക് അതിൽ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ മലയാളം വ്യക്തമായിട്ട് വായിക്കാം. തങ്ങളുടെ മതം മാത്രമാണ് സത്യമെന്നും മറ്റു മതങ്ങൾ സത്യമല്ലെന്നുമുള്ള വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ഇത്തരം ആളുകൾ തീവ്രവാദികളാണ് അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള ആളുകളാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും അത് ശരിയായ നിരീക്ഷണമല്ല. അതായത് എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി, മറ്റു വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം തരുന്നുണ്ട്. പിന്നെ പ്രശ്നം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് അടിച്ചേൽപ്പിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് ഞാൻ പറയാവുന്നത് എൻ്റെ വിശ്വാസം മാത്രമേ ശരിയുള്ളൂ, നുസ്ഹാൻ്റെ വിശ്വാസം ശരിയല്ല, അതുകൊണ്ട് നുസ്ഹാൻ്റെ വിശ്വാസം ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അത് നീ അനുഷ്ഠിക്കാൻ പാടില്ല, അത് അനുഷ്ഠിച്ചാൽ വിവരറിയും എന്ന് പറഞ്ഞ് ഞാൻ നിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ അത് പ്രശ്നമാകുന്നുള്ളൂ. അല്ലാതെ എനിക്കെൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടെ ഉള്ളത്? അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു വിഷയമെന്നല്ലാതെ മറ്റൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാത്രമാണ് ശരി എന്ന് പറയുന്നതൊരു വാശിയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എവിടെയോ പറഞ്ഞ് എൻ്റേത് ശരി എന്ന് ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ കണ്ടെത്തിയ എഴുതിയുണ്ടാക്കിയ ഒരു തത്വശാസ്ത്രം ശരി എന്നല്ല ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നതോ ഇസ്ലാം പറയുന്നതോ അതല്ല. അത് തെറ്റിദ്ധാരണയാണ് ആളുകളുടെ. മറിച്ച് ദൈവീകമായ മതം മാത്രമാണ് ശരി, ഇതാണ് ശരി, ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന മതം ഇസ്ലാം മാത്രമാകുന്നു എന്നാണ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളാരെങ്കിലും എഴുതിണ്ടാക്കിയതുകൊണ്ട് എന്നല്ല പറയുന്നത്, ആരുടെയെങ്കിലും മനസ്സിൽ നിന്ന് ഉദിച്ചു വന്നൊരാശയമായതുകൊണ്ടാണ് എന്നല്ല പറയുന്നത്. മറിച്ച് ഇത് ദൈവീകമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്, സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് സൃഷ്ടാവാണ് മനുഷ്യന്മാരെന്ത് ചെയ്യുന്നത്, സൃഷ്ടിച്ചത്, ഈ ലോകം പടച്ചു പരിപാലിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണം എന്നത് നിശ്ചയിക്കേണ്ടത് ആരാണ്? ലളിത യുക്തിയാണെന്ത്, നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ആ മൊബൈൽ ഫോണ് കേട് വന്നാൽ നന്നാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ടത് ആരാ? ആ മൊബൈൽ ഫോണിൻ്റെ മാനുഫാക്ചേഴ്സാണ്. അവർ തരുന്ന ഗൈഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നന്നാക്കിയാലേ നന്നാവുള്ളൂ. അല്ലാതെ വേറൊരു കമ്പനി തന്നുണ്ടാക്കിയാൽ ശരിയാവില്ല. അതേപോലെ അവിടെ മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെട്ടതാണ്, ആ സൃഷ്ടിക്കപ്പെട്ടത് പടച്ചവനാണ്, സൃഷ്ടാവാണ്. അതുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന മാർഗനിർദ്ദേശം നൽകേണ്ടത് ആരാണ്? സൃഷ്ടാവാണ്. അതിനുവേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ. അതിൽ അവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മാർഗനിർദ്ദേശക ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ ഇത് മാത്രമാണ് ശരി എന്നത് കൃത്യമായി നമ്മൾ വിശ്വസിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അല്ലാതെ എൻ്റേത് ശരി എന്നുള്ളതല്ല. അങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, എൻ്റേത് മാത്രമാണ് ശരിയെന്ന് ബാക്കിയുള്ളവർക്കും പറഞ്ഞൂടെ? എൻ്റെതും ദൈവികമാണെന്നുള്ളത് ബാക്കിയുള്ള മാസത്തേർക്കും പറഞ്ഞൂടെ? പറയാം, വസ്തുനിഷ്ഠമായി തെളിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ആ ഡയലോഗൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡയലോഗാണ്. ആ ഡിബേറ്റ് നമുക്ക് ആഗ്രഹിക്കുന്ന ഡിബേറ്റ് അതൊക്കെ നടക്കണം. ഇവിടെ എല്ലാ മതങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു മതം പറയണം ഞങ്ങളെ മതം മാത്രമാണ് ദൈവികം എന്ന് അവർ പറയാം, എന്നിട്ടത് ആരോഗ്യകരമായി നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് വേദങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട്, അതുപോലെ ഖുർആനും മുന്നിൽ വെച്ചുകൊണ്ട് ഏതാണ് ദൈവികമായ മതം എന്ന ചർച്ച അവിടെ നടക്കാമല്ലോ. എന്താ ആരോഗ്യകരമായി നടത്തിക്കൂടെ? അപ്പോഴേക്കും ഇവിടെ ഒന്നും സംഭവിക്കൂലല്ലോ. അതിന് നമ്മൾ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് ഖുർആൻ ദൈവികമാകുന്നു എന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതിന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റും, ചരിത്രപരമായിട്ട് തെളിയിക്കാൻ പറ്റും. അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സന്ദർഭമല്ല ഇപ്പോൾ എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം അത്രമാത്രം പറയാണ്. ഖുർആൻ അജയ്യമാണ്. ഇന്ന് വരെ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം തിരുത്തേണ്ടി വന്നിട്ടില്ല. അത് നന്മയാണെന്ന് പറഞ്ഞത് നന്മയാണ്, അത് തിന്മയാണെന്ന് പറഞ്ഞത് തിന്മയാണ്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഇസ്ലാം പറഞ്ഞാണ് എന്ത്? കുട്ടികളെ കൊല്ലാൻ പാടില്ല, അത് ചെറിയ കുട്ടികളെയും കൊല്ലാൻ പാടില്ല, ഭ്രൂണഹത്യയും പാടില്ല. കാരണം എന്താ? മനുഷ്യനെന്ന് പറയുന്നത് മാൻ പവറാണ് ഏറ്റവും നല്ല ഒരു രാജ്യത്തിൻ്റെ സ്വത്ത്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ നമ്മളെ നാട്ടിലുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? മനുഷ്യന്മാരുണ്ടായി വന്നാൽ അത് കുഴപ്പമാണെന്നുള്ളതായിരുന്നു, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ ഫാമിലി പ്ലാനിങ് കൊണ്ടെന്ന്. അതിന് മുന്നിൽ നിന്ന രാജ്യം ചൈനയാണ്. നമുക്ക് അത് നടപ്പാക്കിയ രാജ്യം തന്നെയാണ് നമ്മളെ രാജ്യവും, നമ്മളെ കേരള സ്റ്റേറ്റും. ഇപ്പം എന്താ അവസ്ഥ?
ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥ എന്താ? ഇപ്പോൾ വാർദ്ധക്യന്മാർ കൂടിക്കൊണ്ടിരിക്കുന്നു. ചൈനയിൽ എന്ത് ചെയ്തു? പിന്നെ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് പിന്നെ സമ്മാനം കൊടുക്കാൻ തുടങ്ങി, ഓഫർ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ രംഗത്ത് വന്ന്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ കരയാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഫാമിലി പ്ലാനിങ് നടത്തിയതുകൊണ്ട് കുട്ടികൾ കുറഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മണ്ഡല പുനർനിർണ്ണയം വരുമ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ നേരത്തെ പറഞ്ഞ് 16 കുട്ടികളെങ്കിലും ഒരു വീട്ടിലുണ്ടായെങ്കിൽ ഇനി അനുപാതം ശരിയായി കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ എന്താ ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ മനുഷ്യൻ അവരുടെ ഒരു സങ്കുചിതമായ ചിന്തയിൽ നിന്നൊരാശയം പുറത്തേക്ക് കൊണ്ടുവന്നു. അത് അവസാനം റിവേഴ്സ് ഗിയറിലേക്ക് പോകേണ്ടി വന്നു. ഇതുപോലെ റിവേഴ്സ് ഗിയറിൽ പോയ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഖുർആൻ പറഞ്ഞത് ഇതുവരെ തെറ്റിയിട്ടില്ല, അത് ദൈവികമായതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ദൈവികമായത് മാത്രമാണ് ശരി എന്ന് ആത്മാർത്ഥമായും അഭിമാനത്തോടു കൂടിയും വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇവിടെ ഖുർആൻ അനുസരിച്ച് അല്ലല്ലോ നമ്മൾ ഭരിക്കുന്നത്, അതല്ലെങ്കിൽ ഇതൊരു മതരാജ്യമല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സഹിഷ്ണുതൊക്കെ ആയിക്കൂടെ? സഹിഷ്ണുത ആവാം, അതിനെന്താ സംശയം? പക്ഷെ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വിശ്വാസം ബലികഴിച്ചുകൊണ്ടുള്ള അല്ലല്ലോ സഹിഷ്ണുത. അവനവൻ്റെ വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരോട് ഒരു സഹവർത്തിത്വത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതേ അതുകൊണ്ട് ഉദ്ദേശിക്കണുള്ളൂ. അല്ലാതെ പിന്നെ ഭരണഘടന, നിങ്ങൾ ഭരണഘടനയുടെ കാര്യമാണ് പറയുന്നത്, അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ആളുകളുടെ ധാരണയാണ് എന്താവും, ഇപ്പോൾ ഒരു ഖുർആൻ്റെ ആളുകൾ ഇവിടെ ഇസ്ലാമിക രാജ്യം എന്നല്ലല്ലോ, അതൊക്കെ ഇസ്ലാമിക രാജ്യത്ത് പോയിട്ട് അവർ പറയട്ടെ, വല്ല സൗദി അറേബ്യയിലും പോയി പറയട്ടെ, അവിടെ ഇന്ത്യയിൽ ഇരുന്ന് കണ്ടത് പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നത് പച്ചക്ക് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അവകാശം നൽകുന്ന ഒരു ഭരണഘടനയുടെ കീഴിലാണ് നമ്മൾ. ഭരണഘടന നമുക്ക് എതിരല്ല, അനുകൂലമാണ്. ഞാനീ പറയുന്ന ആശയത്തിന് അനുകൂലമാണ്. ഇവിടെ ഭരണഘടനയുള്ള രാജ്യമല്ലേ? ആ ഭരണഘടനയുള്ള രാജ്യമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റുമോ? അത് ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഭരണഘടന 25-ാം അനുച്ഛേദം ആർട്ടിക്കിൾ 25-ൽ ഓരോ പൗരനും 4 പ്രധാന ഉറപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സാക്ഷിക്കുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു മതം ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കാം, മതം ഉൾക്കൊള്ളാതെയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജീവിക്കുക. അത് അവനവൻ്റെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഒന്നത്. രണ്ടാമത്തത് പ്രൊഫസാണ്. അതായത് അത് മനസ്സിൽ വെച്ചാൽ പോലെ അത് പ്രഖ്യാപിക്കുക. എന്ത്, ഞാൻ മുസ്ലിമാകുന്നു, ഞാൻ ഹിന്ദുവാകുന്നു, ഞാൻ ക്രിസ്ത്യാനിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുക ഒരാൾക്ക്. അത് മനസ്സിലിങ്ങനെ ചില ആൾക്കാർ പറയും, മതമൊക്കെ ഇങ്ങനെ ഈ അണ്ടർവെയർ പോലെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് കിടക്കേണ്ടല്ല, പൊതുവേദിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കും. ഭരണഘടന അതിനെതിരാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ചാലും മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കത് പരസ്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ ആചാരങ്ങൾ കൊണ്ട് നടക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് റൈറ്റ് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇത് എനിക്കെന്ത് ചെയ്യുക, നുസ്ഹാനോട് പറയാം, ഇത് മാത്രമാണ് ശരി, ഈ ശരി നീ ഉൾക്കൊള്ളണം, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നിനക്കെന്ത് ചെയ്യുക, നിൻ്റെ ശരി എന്നോട് പറയാം, അപ്പോൾ അതിൻ്റെ മറുവശം എനിക്ക് പറയാം. ആ ഡിബേറ്റ് ഇവിടെ നടക്കാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധനം നടത്താം, അതിന് ലഘുലേഖ ഇറക്കുക, അതിന് പുസ്തകം തയ്യാറാക്കുക, അതിന് പ്രഭാഷണം നടത്താം, അതിന് സമ്മേളനം നടത്താം. ഇതിനൊന്നും ഇവിടെ എന്തില്ല, ഒരു പ്രശ്നവും നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം ആശയം ശരിയാണ് എന്ന് കരുതുന്നത് ഇപ്പോൾ കുറ്റകരമാണോ? അല്ല, ഈ ഭരണഘടന അനുസരിച്ച് ഒരിക്കലും അത് കുറ്റകരമല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, സത്യത്തിലുള്ള പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമാണ്. അതായത് ഒരു ആത്മാർത്ഥത വേണ്ടതിന്. ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഒരു പിന്നെ BJP കാരനോട് ചോദിക്കുക, കോൺഗ്രസ്സാ BJP ശരിയെന്ന് ചോദിച്ചാൽ അയാൾ പറയും BJP ആണ് ശരിയെന്ന് പറയും. കോൺഗ്രസ്സുകാരും പറയും കോൺഗ്രസ്സാണ് ശരിയെന്ന് പറയും. മറ്റേ തെറ്റാന്നേ പറയുള്ളൂ. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഈ പ്രശ്നമേ വരുന്നില്ല. പക്ഷെ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുമ്പോൾ അതാണ് അവിടെയാണ് എന്ത് ചെയ്യണത്, ഇതൊരു പ്രശ്നമായിട്ട് പലപ്പോഴും. ഞാൻ പറയുന്നത്, നമ്മളെ മതത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെതാണ് ശരി, എൻ്റെത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കാൻ കഴിയണം. അല്ലാതെ എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തിനാ ഒരു പ്രത്യേക മതത്തിൽ മാത്രം നിൽക്കുന്നത്? ഇവിടെ എന്തിനാ പ്രത്യേക മതങ്ങൾ, എന്തിനാ പ്രത്യേക ചർച്ച്, എന്തിനാ പള്ളി, എന്തിനാ ക്ഷേത്രം? ഒക്കെ ഒന്ന് മതി. വെറുതെ നല്ല വേസ്റ്റ്. ഒറ്റ സ്ഥലം എടുക്കുക, ഒറ്റ ബിൽഡിംഗ് ഉണ്ടാക്കുക, എന്നിട്ട് അതിലെല്ലാവരും അവനാൻ പറ്റണമൊക്കെ എന്ത് ചെയ്യുക, ചെയ്തു പോയാൽ പോരെ. എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? അത് ഓരോ മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും കാര്യങ്ങളും, അതായത് അവരൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിങ്ങനെ കാപട്യത്തോടുകൂടി കബളിപ്പിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അവർക്കിങ്ങനെയൊക്കെ ആവാം. പക്ഷെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം
അതിൽ സത്യസന്ധത കാണിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. പിന്നെ ബലപ്രയോഗത്തിന് ഭരണഘടന അനുവദിക്കണില്ല, ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം അനുവദിക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. ഒരിക്കലും നിങ്ങൾ മതം ചെയ്യാൻ പാടില്ല, അതിൽ ബലം പ്രയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വിശദീകരിക്കുക, ഉൾക്കൊള്ളുക, അല്ലാത്തവൻ എന്ത് ചെയ്യുക, ഒഴിവാക്കാം. പിന്നെന്താ അവിടെ പ്രശ്നമുള്ളത്? അതിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവിടെ ഫാസിസം വരുന്നത്. ആ ഫാസിസത്തിന് ഇസ്ലാം എന്താണ്? എതിരാണ്. പിന്നെ ഭരണഘടനാപരമായ ചില നിയന്ത്രണങ്ങൾ ഇതിനൊക്കെ ഉണ്ട്. ഇപ്പോൾ മൗലികാവകാശങ്ങൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. അതെപ്പോഴാണ് നിയന്ത്രണം വരിക? ഒന്ന്, പബ്ലിക് ഓർഡറിന് പ്രശ്നമാകുമ്പോൾ, പൊതുസമാധാനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അതൊരിക്കലും നമ്മൾ ആരും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കണില്ലല്ലോ. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് മൊറാലിറ്റിക്ക്, ധാർമ്മികത, അതായത് പൊതു ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ, അതും ഇതിലൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് നിരക്കാത്ത പല കാര്യം, ഇതിലെന്താ ആരോഗ്യത്തിന് നിരക്കാത്ത പ്രശ്നങ്ങൾ? അതൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇടപെടുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലാതെ അവനാൻ്റെ ഇത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എന്തല്ല, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊക്കെ ഇനി പ്രശ്നമായപ്പോൾ സുപ്രീം കോടതി ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പല വിധിയും പറഞ്ഞിട്ടുണ്ട്. 1977 റവറൻഡ് സ്റ്റെയിൻസ്ലേസ് കേസ്, ആ കേസ് പ്രകാരം പ്രചരിപ്പിക്കാനുള്ള അവകാശം എന്നാൽ സ്വന്തം ആശയത്തിൻ്റെ നന്മകൾ മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും അതിലൂടെ ആശയ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുവാനുള്ള അവകാശമാണ് എന്ന് സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബിജോയ് ഇമ്മാനുവൽ കേസ് അറിയാലോ, ബിജോയ് ഇമ്മാനുവൽ കേസ്, അതായത് പിന്നെ ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട 2 കുട്ടികൾ സ്കൂളിൽ ദേശീയഗാനം ചൊല്ലിയപ്പോൾ എന്ത് ചെയ്തു, എഴുന്നേറ്റ് നിന്നില്ല. അപ്പോൾ ആ സ്കൂളിൽ പ്രശ്നമാക്കി, അവരെ പുറത്താക്കി, അവർ കോടതിയിൽ പോയി. കോടതി പോയപ്പോൾ കോടതി അവസാനം സുപ്രീം കോടതി വിധിച്ചത് എന്താണ്, അവരെ വിശ്വാസത്തിന് അത് എതിരാണെങ്കിൽ അവർ നിർബന്ധിക്കാൻ പാടില്ല. രണ്ടാമത് ആ കുട്ടികളെ ആ സ്കൂളിലേക്ക് എന്ത് ചെയ്തു, പ്രവേശിപ്പിച്ചു. ആ രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ എൻ്റേത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുക, അതോടൊപ്പം അതിനുവേണ്ടി നിലകൊള്ളാം. അത് ഏത് പൊതു ഇടത്തിലും എന്ത് ചെയ്യുക, അവനത് നടപ്പാക്കാം. മറ്റുള്ളവരെ ദ്രോഹിക്കാനും പ്രയാസപ്പെടുത്താനും മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും പോകരുത്, ബലം പ്രയോഗിക്കാൻ പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും തീവ്രവാദത്തിൻ്റെ ലക്ഷണമായി കാണാനേ പാടില്ല. നമ്മൾ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് തന്നെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാത്രമാണ് ശരിയെന്ന് പറയുന്നുണ്ട്. ഒന്ന് വിശദമാക്കാമോ, ഇസ്ലാം എങ്ങനെയാണ് ശരി? അത് അങ്ങനെ പറയാൻ കാരണം ഒന്ന് ഞാൻ പറഞ്ഞു, ഇത് ദൈവിക മതമാണ്, അതുകൊണ്ടാണ് ഇത് ശരിയാകുന്നത്, അല്ലാതെ മനുഷ്യനിർമ്മിതമായതുകൊണ്ടല്ല. ഒന്ന്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ഈ സൃഷ്ടാവിന് കീഴൊതുങ്ങിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ജീവിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ സൃഷ്ടികളും. അപ്പോൾ മനുഷ്യൻ്റെ അവയവങ്ങൾ പോലും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്. കാഴ്ചയാകട്ടെ, കേൾവിയാകട്ടെ, ഹൃദയമാകട്ടെ, അതുപോലെ തന്നെ വാർദ്ധക്യമാകട്ടെ, മരണമാകട്ടെ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇതൊക്കെ നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് വിശുദ്ധ ഖുർആൻ 13 അധ്യായം 15-ാമത്തെ ആയത്തിൽ ആ കാര്യം വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്നുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാകുന്ന മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്നാണ് ഖുർആൻ്റെ കാഴ്ചപ്പാട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം 3-ാം അധ്യായം 14-ാമത്തെ ആയത്താണ്. അതേപോലെ തന്നെ ഇസ്ലാം അല്ലാത്തത് സ്വീകരിച്ചാൽ അവന് പരലോകത്ത് രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് ഖുർആൻ. അതായത് 3-ാം അധ്യായം 85-ാമത്തെ ആയത്ത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിന് ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ അവനെന്താണ്, പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാണെന്നാണ്. പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്, ഇനി അതിലൊന്നും ചേർക്കാല്ല എന്ന ഖുർആൻ്റെ അവകാശവാദം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അത് കൃത്യമാണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ മതം ചെയ്ത് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മരിക്കണ സമയത്ത് ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ച് മരിച്ചാൽ മതി എന്നല്ല, സർവ്വമത സത്യവാദത്തോടുകൂടി മരിച്ചാൽ മതി എന്നല്ല, മറിച്ച് പറഞ്ഞത് എന്താണ്, വലാത്തുമൂത്തുന്ന ഇല്ലാ വാൻതു മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ എന്ത് ചെയ്യരുത്, മരിക്കരുത് എന്നാണ്. അപ്പോൾ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താ, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ഉറപ്പായ വാക്ക്, അതാണ് ഷഹാദത്ത് കലിമ. ഇത് ചൊല്ലിയായിരിക്കണം ഒരാൾ എന്ത് ചെയ്യേണ്ടത്, മരണപ്പെടേണ്ടത് എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഒരിക്കലും എല്ലാ മതവിശ്വാസങ്ങളെയും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട. അപ്പോൾ ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസവും ക്രൈസ്തവതയിലെ ത്രിയേകത്വവും മറ്റു മതങ്ങളിലെ ബഹുദൈവത്വവും ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന വാദിക്കുന്ന നിരീശ്വരവാദം എങ്ങനെ ഒന്നിക്കോ? അതേപോലെ തന്നെ ഇസ്ലാമിലെ മരണാനന്തര ജീവിതം, മറ്റു മതങ്ങളിലെ പുനർജന്മ വിശ്വാസം, നിരീശ്വരവാദക്കാരുടെ പുനരുദ്ധാന നിഷേധം, ഇതൊക്കെ ഒന്നിച്ചുകൊണ്ടാകാൻ കഴിയും. പിന്നെ ഓരോ കുഞ്ഞും പാപിയായിക്കൊണ്ടാണ് പിറന്നു വീഴുന്നത് എന്ന ക്രൈസ്തവ സങ്കല്പം, ശുദ്ധ പ്രകൃതിയോടെയാണ്
പിന്നെ സർവ്വ മനുഷ്യരും ജനിക്കുന്നത് എന്ന ഇസ്ലാമിക വിശ്വാസം. ഇത് രണ്ടും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുക? പറ്റില്ല. ഇങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നിക്കാൻ കഴിയില്ല. അതൊക്കെ വ്യത്യാസമുണ്ട്. വെറുതെ ഒരു എന്താ പറയുക, നിങ്ങളതൊന്നും നമ്മളതൊക്കെ ശരി തന്നെയാണ് എന്ന് വെറുതെ കാപട്യം പറയാണ്, കളവ് പറയാണ്. ഈ വലിയ വലിയ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പച്ചക്കളവ് പറയണം. എന്തിനാണ് ആ കാപട്യം കാണിക്കുന്നത്? ഈ ഉള്ള ശരി പറയാം, അവരുടെ ശരി അവർ പറഞ്ഞോട്ടെ, അത് അംഗീകരിക്കേണ്ട പോലെ അംഗീകരിക്കും. പക്ഷേ അവനവൻ്റെ ശരി അവനവൻ്റെ ശരിയായി തന്നെ എന്ത് ചെയ്യണം, പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വാസം ഇസ്ലാം മാത്രമാണ് ശരി എന്ന്, അത് അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മതങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇസ്ലാമിക രാജ്യമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത മതങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന രാജ്യം, ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളുടെ രാജ്യം. ആ രാജ്യത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മറ്റു മതസ്ഥരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അതൊരു ചോദ്യമാണല്ലോ. അവനോടുള്ള നിലപാട് എന്തായിരിക്കണം? അല്ല, അതിനൊന്നും കൺഫ്യൂഷൻ്റെ ഒരു കാര്യമില്ല. കാരണം വളരെ നല്ല രീതിയിലായിരിക്കണം അവരോടൊക്കെ പെരുമാറേണ്ടത്. അതങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങൾ പെരുമാറി വന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രവും മുസ്ലിങ്ങളുടെ ചരിത്രവും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റു മതവിശ്വാസികളുമായിട്ടുള്ള കാഴ്ചപ്പാട് അറിയുന്നത്, ഇങ്ങോട്ട് ആക്രമിക്കാത്ത, ഇങ്ങോട്ട് കൊല ചെയ്യാത്ത, ഇങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളോട് അതേപോലെ അതേ നല്ല രീതിയിൽ അങ്ങോട്ടും എന്ത് ചെയ്യണം, പെരുമാറണം. കടമയാണ്. അത് കടമയാണ്. അതൊരു മുസ്ലിമിൻ്റെ കടമയായിട്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. പിന്നെ ഉദാഹരണങ്ങളെ പറഞ്ഞാൽ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത് തൻ്റെ പടയങ്കി പണയത്തിലാണ്. ആ പണയം വെച്ച് ഒരു മുസ്ലിമിൻ്റെ അടുത്തല്ല, ഒരു ജൂതൻ്റെ അടുക്കലാണ്. ജൂതൻ്റെ വിശ്വാസം നബി സ്വീകരിക്കാത്തതാണ്. അതിൻ്റെ അർത്ഥം എന്താ? നബിക്കൊക്കെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞാൽ അത് കടായിട്ടല്ല, എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. പക്ഷെ പ്രവാചകനത് അവരോട് ചോദിച്ചാൽ എന്താവില്ല, അത് അവർ വെറുതെ തരും. അപ്പോൾ അത് വാങ്ങാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒരു ജൂതൻ്റെ അടുക്കൽ പോയിട്ട് നിശ്ചിതമായി പടയെങ്കിൽ പണയം വെച്ചുകൊണ്ട് കടം വാങ്ങുന്നത്. അപ്പോൾ അത്ര സാമ്പത്തിക രംഗത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിജറ പോവുകയാണ് പ്രവാചകൻ. ഹിജറ പോകുന്ന സമയത്ത് വഴി അറിയില്ല. ആ വഴി കാണിക്കാൻ വേണ്ടി കൂടെ കൂട്ടുന്നത് ഒരു അത്യാവശ്യ സഹായത്തിനോട് മുസ്ലിമിനല്ല, ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, ഹിജറ പോകുന്നത്. അയാളെ വിശ്വസിക്കണം ആ കാര്യത്തിൽ ചെയ്തത്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരിക്കൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ ഒരു മൃതദേഹം അതിൽ കൊണ്ടുപോയി. അപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റുന്നു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, അതൊരു ജൂതൻ്റെ മൃതദേഹമാണ് പ്രവാചകരെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞത്, ജൂതനും മനുഷ്യനല്ലേ എന്നാണ്. ആ മൃതദേഹത്തെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരിക്കൽ ഒരു ജൂത സ്ത്രീ പ്രവാചകൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു. ആലോചിച്ച് നോക്കണം. പക്ഷേ അത് പ്രവാചകനെ കഷ്ടി രക്ഷപ്പെട്ടു. കാരണം വേറെ ഒരു സഹാബിക്ക് അത് പ്രശ്നമായി. പ്രവാചകൻ എന്ത് ചെയ്തു, അതിന് രക്ഷപ്പെട്ടു. മരിക്കണ സമയത്ത് പോലും ഇതിൻ്റെ വേദന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങൾ ജൂതന്മാരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. അത് ആ സ്ത്രീയുടെ ഒരു പ്രശ്നമായിട്ട് മാത്രം കണ്ടു. പക്ഷേ ആ വിഭാഗത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പ്രവാചകൻ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, അത് നിരോധിച്ചിട്ടില്ല. അതേപോലെ തന്നെ സാമ്പത്തിക തകർച്ചയിൽ സഹായങ്ങൾ ചെയ്തു. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന് ഇറാഖിലേക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിലെന്താ വെച്ചാൽ, അവിടെ നസ്രാണികളാണ് അവിടെ കൂടുതൽ. ജോലി ചെയ്യാൻ സാധിക്കാതെ ഫക്കീറായവന് ജിസിയ ഒഴിവാക്കണം എന്നതായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഒരിക്കലും എന്ത് ചെയ്ത് ജിസിയ വാങ്ങാൻ പാടില്ല. അവർക്ക് ബൈത്തുൽ മാലിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ സഹായം കൊടുക്കണം. നികുതി, അതായത് ഇത് അമുസ്ലിങ്ങൾ പ്രത്യേകമായി കൊടുക്കേണ്ട ഒരു നികുതിയായിരുന്നത്. ആ നികുതി എന്ത് ചെയ്യണം, ഒഴിവാക്കി കൊടുക്കണമെന്നാണ്. അതുപോലെ തന്നെ അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അയൽവാസി മുസ്ലിമാണോ അവൻ്റെ മതമൊന്നും നോക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഏത് അയൽവാസിയാണെങ്കിലും അവന് പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുപോലെ അയൽപ്പക്ക ബന്ധം. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജറ പോകുന്ന സമയത്ത് അവിടുന്ന് അയൽവാസിയായ ഇബ്നു ദഗ്ന വന്നിട്ട് പറയണം, നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകണം. എൻ്റെ അർത്ഥം എന്താ, അവരെ വിശ്വാസം സ്വീകരിച്ചതുകൊണ്ടല്ല, അവർ സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു, അയൽപ്പക്ക ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് അവരവിടെ ജീവിക്കേണ്ടവരാണ്, ഏറ്റവും നല്ല അയൽവാസിയാണ് എന്ന് മറ്റൊരു മതവിശ്വാസിയാണ് എന്ത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു രാജ്യമായിട്ട് മദീന വരുമ്പോൾ, മദീനയിൽ ജൂതന്മാരുമായിട്ട് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, കരാറുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ മതം ഞാൻ വിശ്വസിച്ചോളാം, എൻ്റെ മതങ്ങളും വിശ്വസിച്ചോളും എന്ന് പറഞ്ഞാണ്ടല്ല കരാറുണ്ടാക്കിയത്. നിങ്ങൾ നിങ്ങളെ മതവും എനിക്ക് എൻ്റെ മതവും. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും മദീനനെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടർ ഒരുമിച്ച് എന്ത് ചെയ്യും, അവരെ നേരിടും.
കരാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ, നല്ല സഹവർത്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകുന്ന അയൽവാസികളാകട്ടെ, സഹപ്രവർത്തകരാകട്ടെ, നാട്ടുകാരാകട്ടെ, അതുപോലെ മറ്റു അവരെ അതേപോലെ തന്നെ അങ്ങോട്ടും എന്ത് ചെയ്യണം, പെരുമാറണം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് അങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ തന്നെ പോയാൽ മതി. അതിന് പകരം എല്ലാവരും മതവും ബലി കഴിച്ചിങ്ങോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് പറയുമ്പോഴാണ് സ്വാഭാവികം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് വന്നൊരു ചരിത്രം ഇത് കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തൊട്ടടുത്ത അയൽപ്പക്കത്തൊക്കെ കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ നമുക്ക് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു എങ്ങനെയാണ് നിലപാട് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. മനുഷ്യന്മാർ പരസ്പരം ബന്ധപ്പെടുന്ന മേഖലകളിൽ അത് വ്യക്തമായിട്ട് ചോർന്നൊലിക്കുന്ന അയൽവാസി അവൻ്റെ മതം നോക്കിയിട്ടല്ല അവൻ എന്ത് ചെയ്യേണ്ടത്, സഹായിക്കേണ്ടത് അവൻ്റെ കടമയാണ്. അവന് രോഗമായെങ്കിൽ അവനെ ശുശ്രൂഷിക്കേണ്ടതും അവന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടതും ആശുപത്രിയിൽ അഡ്മിറ്റാക്കി കൊടുക്കേണ്ടതും ഒക്കെ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ കടമയാണെന്ന് പഠിപ്പിക്കപ്പെടുന്നത്. നമ്മൾ നേരെ നമ്മുടെ SOPയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ SOPയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിൽ ഒരുപാട് നേരത്തെ സൂചിപ്പിച്ച പോലെ 5 ഘട്ടങ്ങളിലായിട്ടുള്ള ഈ SOPയിൽ ഒരുപാട് തരത്തിലുള്ള പരാമർശങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ചോദിക്കേണ്ടുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ടുന്ന പരാമർശങ്ങളുണ്ട്. അല്ലെ, ഒന്നാമത്തത് ഇതിൽ പ്രിവെൻഷൻ എന്ന് പറയുന്ന, പ്രതിരോധം എന്ന് പറയുന്ന ഘട്ടം 1 നമുക്ക് മനസ്സിലാവുന്ന ഇതിൽ കൊടുത്തിട്ടുള്ളൊരു വാക്ക് ഇതാണ്: സലഫി വഹാബി സ്വാധീനമുള്ളവർ എന്നിവരെ നിരീക്ഷിക്കുക എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. സലഫി വഹാബി സ്വാധീനമുള്ളവരെ നിരീക്ഷിക്കുക എന്ന് പറയുന്നൊരു ഉണ്ട്. സലഫി വഹാബിസവും തീവ്ര ആശയമാണ്? ഒരിക്കലും അല്ലല്ലോ. അതൊക്കെ ഇവിടെ ചില ആളുകൾ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. യാതൊരു തർക്കമല്ല. കാര്യം പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമാണ്. ചില മുൻധാരണകൾ വെച്ചുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ആ നരേറ്റീവിൽ ഈ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്തു, അകപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ നിനക്ക് അത് അറിഞ്ഞുകൊണ്ട് അവർ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതേലും മനസ്സിലാക്കേണ്ടുള്ളൂ. ഞാൻ ഒറ്റ വാക്ക് പറയാം, അതിൻ്റെ വിശദാംശം പഠിക്കേണ്ടതാണ്. ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പഠിക്കേണ്ടതാണത്. സലഫി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സലഫുകൾ എന്ന വാക്കെന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം. മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ഖൈറുന്നാസി കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും നല്ല സമുദായം എൻ്റെ സമുദായമാണ്. അഥവാ പ്രവാചകൻ്റെ കാലത്ത് ജീവിച്ച ആളുകൾ, അവരെയാണ് അനുചരന്മാർ. അതിന് അറബിയിൽ സ്വഹാബികൾ എന്ന് പറയും. പ്രവാചകൻ്റെ കൂടെ ജീവിച്ചവർ. പിന്നീട് അതിന് ശേഷം വന്നവർ, അവരെ പിന്തുടർന്ന് വന്നവർ എന്നാണ് അതിന് അറബിയിൽ പറയാം. താബിയങ്ങൾ എന്നാണ് പറയാം. പിന്നീട് അതിന് ശേഷം വന്നവർ, അവരെയും പിന്തുടർന്ന് വന്നവർ, അതാണ് തബഉ താബിയങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു 3 തലമുറയാണ് പ്രവാചകൻ്റെ കാലം, അതിന് ശേഷമുള്ള കാലം, അതിന് ശേഷമുള്ള കാലം. ഈ കാലത്തുള്ള ആളുകളാണ് ഏറ്റവും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങി നിന്ന സമുദായം എന്ന് പറയുന്നത്. അവരാണ് മുൻഗാമികൾ, അവരെയാണ് സലഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വഴി തെറ്റാതിരിക്കാനുള്ള മാർഗം എന്താ? കാലം മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞാണ് എന്ത്, ഈ ഖുർആനിനും ഹദീസിനൊക്കെ ആളുകൾ തെറ്റായ നരേറ്റീവുകൾ കൊടുക്കും, തെറ്റായ അർത്ഥങ്ങളും വിശദീകരണങ്ങളും കൊടുക്കും. അങ്ങനെ ആളുകൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കും. അങ്ങനെ 72 വിഭാഗമായിട്ട് എൻ്റെ സമുദായം എന്ത് ചെയ്യും, മാറുന്നതാണ്. അതിലൊരു വിഭാഗം മാത്രമേ സത്യത്തിലുണ്ടാവുള്ളൂ. അവരെ ലക്ഷണം പറഞ്ഞാണ് എന്ത്, ഞാനും എൻ്റെ സഹാബത്തും മാ അന അലൈഹി വസുഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുപോകും അതിലാരാണോ നിൽക്കുന്നത് അവരാണെന്ത്, സത്യത്തിൻ്റെ കക്ഷിയും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിലാണല്ലോ തീവ്രവാദം ഭീകരവാദം പറയുന്നത്. അതാരെങ്കിലും ഖുർആനി ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എങ്ങനെയാണ് പറയാമെന്നറിയോ? പ്രവാചകൻ്റെ കാലത്തേക്ക് മടങ്ങിയാൽ മതി. കാരണം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ ഭീകരവാദമല്ല തീവ്രവാദമല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിശ്വാസം എടുത്ത ഒരു പ്രശ്നമല്ല. അപ്പോൾ എങ്ങനെ സലഫ് ഭീകരവാദമാകുക, തീവ്രവാദമാകുക? അതിന് നേരെ എതിരായ സന്ദേശം കിട്ടുക. കാരണം പ്രവാചകൻ്റെ കാലത്തെ സംബന്ധിച്ച് ആ സമയത്ത് ഇപ്പോൾ യുദ്ധങ്ങളാണ് ആൾക്കാർ പറയൽ. പ്രവാചകൻ വളരെ വിരലെണ്ണാവുന്ന യുദ്ധങ്ങളെ നടത്തിയിട്ടുള്ളൂ, അല്ലേ? അതിൽ കൊല്ലപ്പെട്ട ആളുകൾ വളരെ കുറച്ചാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ്. അതും ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ മറ്റ് യുദ്ധങ്ങളിലൊക്കെ മരണപ്പെട്ടിട്ടുള്ളത്, കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൽ അതൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ ഇസ്ലാമിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ശോഭനമായ കാലഘട്ടമാണ്. അതെല്ലാവരും ഇവിടെ പറയാറുണ്ടല്ലോ, അല്ലേ? ആ കാലഘട്ടം, ആ ഭരണത്തെ ഗാന്ധിജി പോലും പറഞ്ഞു എന്ത്, ഞാൻ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പറയാൻ കാരണം എന്താ? ആ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭീകരവാദം ഉണ്ടാവില്ല, തീവ്രവാദം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് സലഫുകളുടെ മാർഗം. ആ മാർഗം സ്വീകരിക്കുന്നവരെയാണ് എന്ത് വിളിക്കുക? സലഫികളെന്ന് വിളിക്കുന്നത്.
അതിവിടെ കേരളത്തിലിപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ സലഫികൾ എന്ന് പറയും, അവരെ സലഫി മദ്രസ എന്ന് പറയും, സലഫി മസ്ജിദ് എന്ന് അവർ പേരിടും, സലഫി സെൻറ്റർ എന്ന് പറയും. അതൊക്കെ ഈ ആശയത്തിലാണ്, അല്ലാതെ ഇവർ വിശദീകരിച്ചുണ്ടാക്കുന്ന ആശയമല്ല. പിന്നെ ഇതിൽ ചേർത്തി പറഞ്ഞാൽ എന്താ, വഹാബി എന്നല്ലേ. ഈ ആശയം സ്വീകരിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹം പിന്നെ സൗദി അറേബ്യയുടെ രൂപീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങൾ വളരെ പ്രധാനമാണ്. അദ്ദേഹം ഈ ആശയത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മഹാപണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിലേക്ക് ചേർത്തി അദ്ദേഹത്തെ ആദ്യം ടാർണിഷ് ചെയ്യും. അദ്ദേഹം വഹാബിയാണ്, മോശക്കാരനാണ്. ഒരാൾ ആടിനെ പേപ്പട്ടിയാക്കുക എന്നിട്ട് പിന്നെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞ രൂപമുണ്ടല്ലോ, അതേപോലെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചില ആളുകൾ ഇവിടെ പ്രത്യേക നരേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ത്, ഇത് മോശമാണെന്നുള്ള രീതിയിൽ. ഒരിക്കലും അതല്ല, അത് ഇസ്ലാമിൻ്റെ ഒറിജിനായ രൂപമാണ്. ഒരാൾക്കും അതിലൊരു തീവ്രവാദവും ഭീകരവാദവും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിൽ അതില്ല. ഇസ്ലാമിൻ്റെ ശരിയായ രൂപമാണെന്ത്, സലഫിയ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ സലഫിസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുൻഗാമികളിലേക്ക് മടങ്ങുക. ആ മടങ്ങൽ എന്ന് പറഞ്ഞാൽ പ്രവാചകനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പ്രവാചകൻ എങ്ങനെയാണോ സ്വഹാബത്തിനെ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതിലേക്ക് മടങ്ങുക. ആ കാലഘട്ടത്തിൽ തീവ്രവാദമില്ല. ആ കാലഘട്ടത്തിൽ ഒരാൾ ആക്രമിക്കലോ നിരുപാധികമായി കൊണ്ട് കൊല ചെയ്യലോ, അല്ലെ, അന്നമ ഖത്തലന്നാസ് ജമിയ, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അന്യായമായ മനുഷ്യനെ കൊന്നൽ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ആശയത്തിലേക്ക് തിരിച്ചു മടങ്ങൽ എന്നുള്ളതാണ് സലഫ്. അതൊരിക്കലും തീവ്രവാദമല്ല എന്ന്. നമ്മൾ വീണ്ടും എസോപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ കണ്ടെത്തൽ. ആ അപകടകരമായിട്ടുള്ള അത്തരം ആളുകൾ, അപകട സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പെരുമാറ്റം കൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ ഞാൻ ഓരോന്നോരോന്നും വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഒന്ന്, പെട്ടെന്ന് താടി വളർത്തൽ. അത് ഒരു ഇതേപോലെ തന്നെ റാഡിക്കലൈസ്ഡ് പേഴ്സൺസിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് പെട്ടെന്ന് ഒരാൾക്ക് താടി വളർത്താൻ കഴിയില്ല. താടി മെല്ലെ മെല്ലെ വരുള്ളൂ. അത് കൃത്രിമ താടി വെക്കാനേ ഒരു ദിവസം കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ ആ പ്രയോഗം തന്നെ തെറ്റാ. അത് നമുക്കൊക്കെ താടി വരുന്ന എപ്പോഴാണ്, എത്രയോ പിന്നെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയിട്ടാണ് എന്ത് ഈ രൂപത്തിൽ താടിയൊക്കെ വരുന്നത്. അപ്പം അത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതൊക്കെ ആളുകൾ എന്താ വെച്ചാൽ ഈ താടി ഒരു തീവ്രവാദത്തിൻ്റെ അടയാളമാണെന്നുള്ള രീതിയിൽ വരാനുള്ളൊരു കാരണം, ചില തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ISIS പോലുള്ള ടീമൊക്കെ ഉണ്ട്. അവർ ഇസ്ലാമല്ല മുസ്ലിങ്ങളുമല്ല. അവരെ സയനിസ്റ്റുകൾ വാടകയ്ക്കെടുത്ത് ഇസ്ലാമിനെ തല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ്. അത് ഇവിടുത്തെ മഹാപണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സലഫി പണ്ഡിതന്മാർ, ഇപ്പോൾ ഈ പറഞ്ഞ സലഫി പണ്ഡിതന്മാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മറഫ സംഗമത്തിൽ വെച്ച് പറഞ്ഞിട്ട് ISIS എന്ന് ഇസ്ലാമല്ല, അതിനെതിരിൽ ഓരോരുത്തരും രംഗത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ചില ആൾക്കാരുടെ മുഖത്ത് എന്തുണ്ടാവും, താടി ഉണ്ടാവും. അപ്പോൾ ആ താടിയുള്ള ആളുകൾ ചെയ്യുന്ന ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, താടി വെച്ച ആളുകളിലേക്കൊക്കെ എന്ത് ചെയ്യും, അത് ചേർത്തി വെക്കും. ഇത് ഈ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ കാഷായ വസ്ത്രം ധരിക്കുന്ന ആളുകൾ എന്തൊക്കെ തോന്നിയാസം കാണിക്കുന്നുണ്ട്. ഒരിക്കലും അത് ആ മതത്തിൻ്റെ ആളുകളിലേക്ക് ചേർത്ത് വെച്ചാൽ വ്യാഖ്യാനിക്കല്ലേ, വ്യാഖ്യാനിക്കണമെന്ന് നമുക്ക് അഭിപ്രായമല്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യൂല, അത് ചെയ്യൂല. എന്നാൽ താടി വെച്ച ഒരാളൊരു കാര്യം ചെയ്ത് വേഗ ഇസ്ലാമിൻ്റെ നേരത്താണ് എന്ത് ചെയ്യുക, അത് ചെയ്യുക, അല്ലേ. അത് ഓരോ കാര്യങ്ങളും വേഷങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ താടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിം പുരുഷൻ താടി നീട്ടണം, മീശ ചെറുതാക്കി എന്ത് ചെയ്യണം, വെട്ടണം. ഇത് സുന്നത്താണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെക്കാളും ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെക്കാളും അവൻ ഇഷ്ടപ്പെടുന്നത് പ്രവാചകനെയാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ മുഖത്ത് താടി ഉണ്ടായിരുന്നു, പ്രവാചകൻ മീശ ചെറുതാക്കി വെട്ടിയിരുന്നു. ഇത് ഇഷ്ടം പോലെ പ്രമാണങ്ങളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രവാചകനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, എല്ലാ 24 മണിക്കൂറും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ താടി വെക്കുക എന്നത്. അത് പ്രവാചകൻ അനുധാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഒരിക്കലും ഇവർ ഉണ്ടാക്കിയ നരേറ്റീവിൽ അതൊരിക്കലും ഉൾപ്പെടുത്താൻ കഴിയില്ല. പിന്നെ താടി വെക്കുന്ന വേറെ കുറേ വിഭാഗങ്ങൾ ആൾക്കാരുണ്ടല്ലോ, അല്ലേ. അവനൊക്കൊന്നും ഈ ഒരു ചാപ്പ അടിക്കണില്ല. അത് മുസ്ലിങ്ങളുടെ താടിക്ക് മാത്രമേ ഈ ചാപ്പ വരുന്നുള്ളൂ. അതൊക്കെ വേറെ അജണ്ടയാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ പെരുമാറ്റം നിക്കാബ് ധരിക്കൽ തീവ്രവാദത്തിൻ്റെ ലക്ഷണമാണോ? ഇതൊക്കെ ഇത് ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. അതായത് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം എന്ന് പറയുന്നത് സൗന്ദര്യം ഉള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, മറക്കണം എന്നതാണ്. അപ്പോൾ അത് പണ്ഡിതന്മാർ ഒന്ന് പറഞ്ഞത് എന്താണ്, മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കണം. എന്നാൽ ചില പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നുണ്ട്, മുഖവും സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടും. അതുകൊണ്ട് മുഖം കൂടി എന്ത് ചെയ്യണം, കണ്ണ് കാണുന്ന രീതിയിൽ മറക്കണം എന്നതാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പറയും. ഈ രണ്ട് വീക്ഷണവും എന്ത് ചെയ്യുന്നുണ്ട്,
മുസ്ലിം സമുദായം അംഗീകരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് റോട്ടിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ, മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, മുഖം മറച്ചവരെയും കാണാൻ പറ്റും, മുഖം മറക്കാത്തവരെയും കാണാൻ പറ്റും. അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം സമുദായം അംഗീകരിക്കുന്നൊരു വിഷയമാണ്. അതൊരിക്കലും എന്താ ലെവലി പറയുന്ന തീവ്രവാദത്തിൻ്റെ യാതൊരു അടയാള വിഷയത്തിലില്ല. അപ്പോൾ ആ മുഖം മറച്ച് നമ്മളൊരു വർഷം നടന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? എല്ലാവരും, ആണും പെണ്ണും എല്ലാ വിഭാഗം ആൾക്കാരും കോവിഡ് സമയത്ത് മുഖം മാത്രമല്ല മൊത്തം മൂടിയെന്നില്ലേ അല്ലേ? അതെന്താണ്, ഒരു പിന്നെ വൈറസിനെ പേടിച്ചിട്ടാണ്. ഇത് നരകം പേടിച്ചിട്ടാണ്, മനസ്സിലായോ? ഇത് നരകം പേടിച്ചിട്ടാണ് എന്ത് ശരിയായ ഇസ്ലാമിക വേഷം ധരിക്കണം എന്നുള്ളത്. അപ്പം അത് മുഖം മറക്കുന്നതാണ് ഏറ്റവും ഹൈറ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതല്ല, അത് മാറ്റി നിർത്തിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും എന്ത് ചെയ്യണം, മുഖം മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ നിർബന്ധമായിട്ട് മറക്കണം. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് പറ്റുന്ന വേഷം മുസ്ലിം സ്ത്രീകൾ സ്വീകരിക്കുന്നു. അവർ നരകം പേടിച്ചിട്ടാണ്. ഈ വൈറസിനെ പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നരകം പേടിച്ചാൽ അങ്ങനെ ചെയ്യണ എന്താ കുഴപ്പം? ഓക്കെ, അതിന് മൂന്നാമത്തെ ചോദ്യം, അറബി പദങ്ങൾ അടിക്കടി ഉപയോഗിക്കുക. അറബി പദങ്ങൾ അടിക്കടി ഉപയോഗിക്കുന്നത് തീവ്രവാദത്തിൻ്റെ ലക്ഷണമാണോ, അല്ലെങ്കിൽ തീവ്ര ആശയത്തിൻ്റെ ലക്ഷണമാണോ? ഇതൊക്കെ എഴുതിയവർക്ക് തന്നെ അറിയാലോ. ഒന്നും ഇപ്പോൾ നമ്മൾ മറുപടി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതേപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രന്ഥം അറബി ഭാഷയിലാണ്. പിന്നെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, ഹദീസുകൾ അറബി ഭാഷയിലാണ്. സ്വാഭാവികമായിട്ട് അവരുടെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും സംസാരങ്ങളിലും ആ അറബി പദാവലികൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കടന്നു വരും. അതുപോലെ തന്നെ ഇവിടുത്തെ വേദങ്ങൾ രചിക്കപ്പെട്ടുള്ള സംസ്കൃത ഭാഷയിലാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പഠിക്കും, അത് പറയും ചെയ്യുന്ന ആളുകളുടെ സംസാരത്തിൽ പലപ്പോഴും സംസ്കൃത ഭാഷകൾ വരും. അത് അവനവരുടെ മതഗ്രന്ഥങ്ങൾ ഏത് ഭാഷയിലാണോ രചിക്കപ്പെട്ടിട്ടുള്ളത് അത് ആ പണ്ഡിതന്മാരും അതിൻ്റെ പ്രബോധകന്മാരും അവരുടെ വിശ്വാസികളും ആ ഭാഷ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരും. അതിവിടെയും വരും. ഇതൊക്കെ പോട്ടെ, ഒരു മതത്തിലും വിശ്വസിക്കുക. അപ്പോൾ പിന്നെ അറബി ഭാഷയുടെ ഡിക്ഷണറി മുൻജിദ് പോലുള്ള ഇതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് മുസ്ലിങ്ങളല്ലല്ലോ, അല്ല, മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ തീവ്രവാദികൾ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല. ഈ ഭാഷ പ്രകാരം പിന്നെ അറബി ഭാഷയ്ക്ക് ആഗോളതലത്തിലുള്ള സ്റ്റാൻഡ് എന്താ? അവർക്കൊന്നും വിശദാംശം ഞാൻ പോകേണ്ടതില്ല അല്ലേ? യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 7 ഭാഷകൾ ആ ഭാഷയിലൊന്നല്ലേ? എന്താ ഞാൻ ഭാഷ ഉപയോഗിച്ചെന്താ കുഴപ്പം? ഒരു കാലത്ത് ഇംഗ്ലീഷ് എപ്രകാരമായിരുന്നു, ഇന്ന് ഇംഗ്ലീഷ് എപ്രകാരമാണോ അതുപോലെയായിരുന്നു അറബി ഒരു കാലത്ത് കച്ചവടത്തിൻ്റെ. അതിൻ്റെ ഭാഷാപരമായ അവസ്ഥയിലേക്ക് കടന്ന ഒരു മഹാപ്രപഞ്ചമാണ്. അവിടെ പറഞ്ഞാൽ നമുക്ക് സമയം പോകും. എന്ത് പൊട്ടത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പെരുമാറ്റമായിട്ട് പറയുന്നത് സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായുമുള്ള സമ്പർക്കം കുറയ്ക്കൽ എന്നുള്ളതാണ്. അതൊരു തീവ്ര റാഡിക്കലൈസ്. അങ്ങനെ സമ്പർക്കം കുറക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഏതായാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓന് വിവരമില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് അടുത്ത കുടുംബങ്ങളുമായി കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബബന്ധം മുറിക്കണ ആൾ സ്വർഗത്ത് പോകില്ല എന്നാണ് പറഞ്ഞത്. ഏതുവരെ? ഇപ്പം തൻ്റെ പിതാവ് മുസ്ലിം അല്ലാന്ന് കരുതുക, മുസ്ലിം അല്ലാത്തൊരു പിതാവിൻ്റെ മകനാണ് കരുതുക. അയാൾ ആ പിതാവിന് ചെയ്തു കൊടുക്കേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഒരു കാര്യത്തിലും കുറവ് വരുത്തും. മരുന്ന്, ഗുളിക, അതേപോലെ ഭക്ഷണം, എല്ലാ വസ്ത്രം, എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം. അതാ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അയൽവാസികളോട് ശരി, അതായത് പ്രവാചകൻ്റെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം പറഞ്ഞപ്പോൾ വിശദീകരിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ അവസാനം സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അയൽവാസിക്ക് കൊടുക്കണമെന്നും കൂടി നബി എന്ത് ചെയ്യും പറയുമോ? ഞങ്ങൾ പേടിച്ചു പോയി. അത്രക്ക് എന്തുണ്ട്, അയൽവാസികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം. പിന്നെ നേരത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു മുസ്ലിമിന് എന്ത് ചെയ്യാൻ കഴിയില്ല, ആളുകളുമായിട്ടുള്ള ബന്ധം സമ്പർക്കവും കുറക്കാൻ കഴിയില്ല. കാണുമ്പോൾ പുഞ്ചിരിക്കണം, പുഞ്ചിരി സ്വതക്കയാണ്. ഇതൊക്കെ പഠിപ്പിച്ചൊരു മതത്തിൻ്റെ വക്താക്കളാണ്. അതുകൊണ്ട് അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, മുസ്ലിങ്ങൾ ചെയ്യൂല, യാതൊരു തർക്കമുള്ള കാര്യത്തിൽ. ഓക്കെ, അതിന് അടുത്തൊരു ഡിറ്റൻഷൻ മാർഗമായിട്ട് പറയുന്നത്, ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ ചിരി വരും. ആഗോളതലത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളിൽ കടുത്ത പ്രതിഷേധം അല്ലെങ്കിൽ അമർഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു റാഡിക്കൽ പേഴ്സൻ്റെ ഒരു സ്വഭാവമാണ്. അതായത് മുസ്ലിങ്ങളെ മാത്രം കൊടുക്കാൻ വേണ്ടി പറയണതാണെങ്കിൽ ആഗോളതലത്തിലുണ്ടാകുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളല്ലാത്ത എത്ര ആൾക്കാരുണ്ട്? അവരൊക്കെ നമ്മളെ കണ്ടിട്ട് തീവ്രവാദികളായിട്ട് പറഞ്ഞല്ലോ. അതായത് ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഏത് വിഭാഗത്തിനെതിരായിട്ട് പ്രശ്നങ്ങൾ വന്നാൽ
അതിൽ മെറിറ്റ് നോക്കിയിട്ട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തും തന്നെ ഒരു പൗരൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതിവിടെ നമ്മളെ ഏകകണ്ഠമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ പല വിഷയത്തിലും പ്രമേയം പാസ്സാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ അല്ലേ? ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടിട്ടില്ലേ, സംസാരിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിച്ചു ഇടപെട്ടു എന്നതൊന്നും ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയല്ല. ഓക്കെ, മറ്റൊരു ഡിറ്റൻഷൻ അല്ലെങ്കിൽ കണ്ടെത്താനുള്ളൊരു പെരുമാറ്റ രീതിയായിട്ട് പറയുന്നത് വിദേശയാത്രയ്ക്ക് ശേഷം, ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള വിദേശയാത്രയ്ക്ക് ശേഷം പെരുമാറ്റത്തിൽ മാറ്റം കാണിക്കുക. അതൊരു തീവ്രവാദത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ ഒരു മുൻധാരണയെന്നാണ്. അതായത് ഇത്തരം സ്ഥലങ്ങളിൽ പിന്നെ പോയാൽ തന്നെ പ്രശ്നമാണ്, അത് പോയി വന്നു കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഈ മുൻധാരണ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോണ്ടാണ് വിഷയങ്ങളാണിത്. ഇപ്പോൾ ഈ മറ്റു രാജ്യങ്ങളിൽ യാത്ര ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു നിസ്സാര വിഷയമല്ലേ, ഒരു സാധാരണ സംഭവമായി മാറിയിട്ടില്ലേ? ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച കേരളത്തിൽ നടക്കുന്നത് എന്താ? കേരളത്തിലുള്ളവരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. പഠിക്കാൻ പോയിട്ട് പിന്നെ ജോലിക്ക് അവിടെ നിൽക്കുകയാണ്, പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. അതാണ് ഇപ്പം നമ്മൾ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ യാത്രകൾ വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ നോക്കാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അവർ തിരിച്ചു വന്ന ശേഷം ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുക, അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വിഭാഗത്തിലേക്ക് മാത്രം ചൂണ്ടേണ്ട കാര്യമില്ല, അത് മൊത്തത്തിൽ നോക്കാനുണ്ട്. ഓക്കെ, ധാരാളം. ഇനി മറ്റൊരു സംഭവം ഇതിൽ തന്നെ പറയുന്നത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശമുള്ളത് തീവ്രവാദ ശൃംഖലകളോ അല്ലെങ്കിൽ അറബിക് കോളേജുകളോ മദ്രസകളോ സന്ദർശിക്കുക എന്ന് പറയുന്നുണ്ട്. തീവ്രവാദ ശൃംഖലകളോ അറബിക് കോളേജുകളോ മദ്രസകളോ സന്ദർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ്? ഇതൊക്കെ പച്ചക്ക് എന്ത് ചെയ്യണം, ഒരു സമുദായത്തെ അപരവൽക്കരിക്കണതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. അതായത് ഇപ്പോൾ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മതം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മദ്രസകളാണ്, അത് കഴിഞ്ഞാൽ പിന്നെ കോളേജുകളാണ്, അറബിക് കോളേജ്, അറബിക് കോളേജുകളാണ്. ഇത് പിന്നെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും മുസ്ലിങ്ങളായി ജീവിക്കാൻ തന്നെ പറ്റില്ല എന്നുള്ളതിൻ്റെ അർത്ഥം, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് അങ്ങേയറ്റം പ്രഹരശേഷിയുള്ള ഒരു സമുദായത്തിനെ അപരവൽക്കരിക്കാൻ വേണ്ടി പച്ചക്ക് എഴുതി ചേർത്താണ്. അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും സൂചിപ്പിച്ച പോലെ തീവ്രവാദ ശൃംഖലകളുമായിട്ടാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്? മദ്രസകളെയും അറബിക് കോളേജുകളെയും ഇത്തരം വിഷയങ്ങളുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, നേരത്തെ സൂചിപ്പിച്ചാൽ ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് പറയല്ലോ, ആ ഒരു രൂപത്തിലാണ് കാണാൻ കഴിയുന്നത്. ആസൂത്രിതമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് എത്തിക്കാഫ് പള്ളിയിൽ എന്നുവെച്ചാൽ എത്തിക്കാഫ് എന്ന പള്ളിയിൽ ഒഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു പെരുമാറ്റം. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ആളുകൾക്ക് എന്തോ ഒരു സംഭവം, അങ്ങനത്തെ ഒരു പ്രത്യേക വാക്കൊക്കെ വരുമ്പോഴേ ഒന്നുമില്ല. ഇത് സാധാരണ റമദാൻ മാസത്തിലാണ് എന്ത് ചെയ്യും, നോമ്പ് കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസം പള്ളിയിൽ ഒഴിഞ്ഞിരുന്നിരുന്നു. ദിക്റുകൾ, പ്രാർത്ഥനകൾ, മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം പിന്നെ തിരിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. അതിനാണ് എന്ത് എഴുത്തിക്കാഫ് എന്ന് പറയാം. അത് ആ സന്ദർഭത്തിലല്ലാത്ത സന്ദർഭത്തിലും എന്ത് ചെയ്യുക, അതനുഷ്ഠിക്കുക, കുഴപ്പമൊന്നുമില്ല. ഒരാളുടെ ആത്മീയ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് മുസ്ലിങ്ങളൊക്കെ നിർവഹിക്കുന്നൊരു ദൗത്യമാണ്. അല്ലാതെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഒരു എഴുത്തിക്കാഫൊന്നും ഇസ്ലാമിലില്ല. അതൊക്കെ എവിടുന്ന് ഇവർക്ക് കിട്ടി നമുക്കറിയില്ല. അതൊക്കെ ഒരു ഭാവന വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്. അത് ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ, മതപരമായ നിഷ്ഠ പാലിക്കുന്നവരൊക്കെ തീവ്രവാദികളാണ് എന്ന ഒറ്റവാക്ക് പറയുന്നതിന് പകരം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഇതിൻ്റെ ഗൗരവം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അതീവ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിന് എതിർ നരേറ്റീവുകൾ കൊണ്ടുവരൽ വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ മുസ്ലിം സമുദായ സംഘടനകൾ അതിന് എന്തായാലും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് തന്നെയാണ്. മറ്റൊരു സംഭവത്തിൽ പറഞ്ഞത് ഇസ്ലാമിക കടമ എന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസമോ ജോലിയോ പെട്ടെന്ന് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതൊരു തീവ്രവാദം അല്ലെങ്കിൽ ഒരു തീവ്ര നിലപാടിൻ്റെ അല്ല. ഞാൻ അങ്ങനെയൊക്കെ ആരെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഞാൻ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജോലി നിർവഹിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു ജോലി ഉണ്ടാവണം, മനുഷ്യന് ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല. കാരണം ഒഴിവ് സമയവും ആരോഗ്യവും എന്താണ്, 2 അനുഗ്രഹങ്ങളാണ്. മഹാഭൂരിപക്ഷം ആളുകളും അതിൽ വഞ്ചിതരാകുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. അവിടെ ഒഴിഞ്ഞിരിക്കാനേ പാടില്ല. ആൻ ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ്. അതായത് അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. അപ്പോൾ ശരിക്കും പണിയെടുക്കണം, ജോലി എടുക്കണം, അധ്വാനിക്കണം. ജോലി എടുക്കുക, അധ്വാനിക്കുക, എന്നിട്ട് കുട്ടികളെ പോറ്റുക, കുടുംബത്തെ പോറ്റുക എന്നുള്ളതൊക്കെ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് കൂടുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മറിച്ച് അവനവൻ്റെ കുടുംബത്തെ പോറ്റാൻ ഓരോരുത്തരും അത്യധ്വാനം ചെയ്യണം. അതെന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാര്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ രാവിലെ എഴുന്നേറ്റ് തൻ്റെ ജോലിക്ക് പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമായ മാർഗത്തിലാണെന്നുണ്ടെങ്കിൽ അയാൾ അത്രയും സമയം ചെലവഴിച്ചതിന് പുണ്യം കിട്ടും, പ്രതിഫലം കിട്ടും എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ ഇസ്ലാമിലേക്കൊന്നും എന്തായാലും ചേർത്തി വെക്കണ്ട. മറ്റൊരു കണ്ടെത്താനുള്ളൊരു സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളായിക്കൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്നത് മദ്രസകളിൽ പഠിപ്പിക്കുന്ന മൗലാനമാരുടെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിച്ച് ഒരു ഡയറക്ടറി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ ആവശ്യമുണ്ടോ? എല്ലാം പിന്നെ ഇത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമല്ലേ? ഒരാളെ പ്രത്യക്ഷത്തിൽ അയാളിൽ നിന്ന് ഒരു കുറ്റം രേഖപ്പെടുത്താത്ത സാഹചര്യത്തോളം അയാളുടെ സ്വകാര്യ വിവരങ്ങളും അയാളുടെ സോഷ്യൽ മീഡിയയും അയാളുടെ വരവും അയാളുടെ പോക്കും അയാളുടെ ചലനങ്ങളും ഒക്കെ നിരീക്ഷിക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഭരണകൂടം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ ചെയ്യാം. അല്ലാതെ ഇങ്ങനത്തെ കുറേ ആശയങ്ങൾ വെച്ചുകൊണ്ട് മദ്രസ പഠിപ്പിക്കണവനും അതുപോലെ കോളേജ് പഠിപ്പിക്കണവനും ഒക്കെ പിന്നാലെ ക്യാമറയും വെച്ച് നടക്കുക എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരിക്കലും അത് ഇത്തരം SOP-യിൽ കടന്നു വരാൻ പാടില്ലാത്തതാണത്. അത് ഞാൻ ഓർന്നുകൂടിയും പറയാം. നിർദോഷകരമായി ജീവിക്കുന്ന വേറെ മതത്തിലെ ആൾക്കാരുണ്ടല്ലോ, അവരെ ചർച്ചുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരില്ലേ, അവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് റീഹാബിലിറ്റേഷൻ. ഈ റീഹാബിലിറ്റേഷനിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മദ്രസകളിലും പള്ളികളിലും മതസ്ഥാപനങ്ങളിലും എല്ലാ മാസവും സെമിനാറുകളും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതിനെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്, പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു പ്രശ്നമായി കാണണം. ഇതൊക്കെ നമ്മൾ നേരത്തെ ആമുഖത്ത് പറഞ്ഞല്ലോ. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഇതൊക്കെ ഉള്ളത്, ഈ തീവ്രവാദവും പ്രശ്നങ്ങളും ഉള്ളത് എന്നുള്ള ആ ഒരു മുൻധാരണ വെച്ചുകൊണ്ടാണ് പള്ളികളിലും മദ്രസകളിലും കോളേജുകളിലും പോലുള്ള സംവിധാനങ്ങളിലൊക്കെ സെമിനാർ സംഘടിപ്പിക്കണം, ബോധവൽക്കരണം ഒക്കെ അവിടെയാണ് എല്ലാവരും ഉള്ളത്. അത് കൊതുക് തിരയ എപ്പോഴും അഴുക്ക് ചാലിലാണെന്ന് പറഞ്ഞ പോലെ ഈ തീവ്രവാദം തിരയേണ്ടത് ഇവിടെയാണെന്ന് പറഞ്ഞ പോലെയാണ് എന്ത് ചെയ്യണത് വരുന്നത്. യഥാർത്ഥത്തിൽ ഇതെന്തുകൊണ്ട് ചർച്ചിലായിക്കൂടാ? എന്തുകൊണ്ട് ഗുരുദ്വാരകളിലായിക്കൂടാ? എന്തുകൊണ്ട് അമ്പലങ്ങളിലായിക്കൂടാ? എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വേദ ക്ലാസ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലായിക്കൂടാ? അതേപോലെ പള്ളികളിലും ആക്കാം, അതേപോലെ മദ്രസകളിലും ആക്കാം, അതേപോലെ കോളേജിലും ആക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം തിരഞ്ഞു പിടിച്ച് അവിടെ ഉള്ളവരാണ് തീവ്രവാദികൾ എന്നുള്ള ആ ഒരു നെഗറ്റീവ് എന്തല്ല ഒരു കാരണവശാലും ശരിയല്ല. മറ്റൊരു പോയിൻ്റാണ് മതപ്രഭാഷകരെ അകറ്റി നിർത്തുക, അവരെ സന്ദർശിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഭയങ്കര വിഷമുള്ള പ്രയോഗങ്ങളല്ലേ. അതായത് ഇവിടെ നമ്മളെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അവനവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആചരിക്കുക, അത് പ്രചരിപ്പിക്കുക. അത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മതപ്രബോധകർ വേണ്ടേ, പ്രഭാഷകർ വേണ്ടേ? അപ്പോൾ ആ ഭരണഘടന നൽകുന്ന റൈറ്റ് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രചരിപ്പിക്കുന്നതും പ്രഭാഷണം നടത്തുന്നതും എഴുതുന്നതും ഒക്കെ. അതെല്ലാ മതത്തിലും ഇല്ലേ, അതിൻ്റെ പ്രചാരകരില്ലേ? അതിന് അവകാശം തരുന്ന ഒരു രാജ്യമല്ലേ ഈ രാജ്യം. എന്നിട്ട് അത് ചെയ്യുന്ന ആളുകളെ പ്രശ്നവൽക്കരിക്കുക, അവർ കുഴപ്പക്കാരാണ്, അവരുടെ അടുത്ത് എന്തെങ്കിലും വസ്തുനിഷ്ഠമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ അത് ചെയ്യുക. അതല്ലാതെ ഇങ്ങനത്തെ ഒരു നരേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ മതപ്രഭാഷകരും പണ്ഡിതന്മാരും ആളുകളും ഒക്കെ കുഴപ്പക്കാരാണെന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. ഇതൊരു ഗവൺമെൻറ് ഒരു സംവിധാനം ഇൻ്റലിജൻസ് SOP ആയിട്ട് രേഖയായി പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എത്രത്തോളം ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് രാജ്യത്തിൻ്റെ സ്വഭാവം നേരത്തെ മാറിയിട്ടുണ്ട്. ആ മാറ്റം ഇത്തരം ഉദ്യോഗസ്ഥന്മാരിലൂടെ എന്ത് ചെയ്യാണ്, ഒരു പ്രത്യേക വിഭാഗത്തെ അപരവൽക്കരിക്കുന്നു. ഇത് കാട്ടുതീ പോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കത്തിപ്പടരും. അതിനു മുമ്പ് ഇതിന് എതിർ നരേറ്റീവുകൾ കൊണ്ടുവരിക. ഇത് ഭരണകൂടത്തിൻ്റെ മുമ്പിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരിക. എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനൊക്കെ എതിരായ സമീപനങ്ങൾ ഉണ്ടാവണം. ഇത് മുസ്ലിങ്ങൾ മാത്രം അപലപിക്കേണ്ട ഒരു കേസല്ലത്.